ഗുരുഭക്തിയാൽ പെരുവിരൽ ദക്ഷിണയായി സമർപ്പിച്ച ഏകലവ്യൻ. ഗുരുവിൻ്റെ നിസ്സഹായതയുടെയും നിഷാദന്റെ ആത്മസംഘർഷങ്ങളുടെയും കേട്ടറിഞ്ഞ കഥകൾക്കപ്പുറം ആ പാരസ്പര്യത്തിൻ്റെ വേരാഴങ്ങളിൽ സർഗഭാവന നടത്തുന്ന ഒരാത്മാന്വേഷണമാണ് ഈ നൃത്ത സംഗീത ശില്പം. മേരിഗിരിയിലെ 9ാം ക്ലാസ്സുകാർ അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. ഏകലവ്യൻ. അല്ല, ഇന്ന് എല്ലാവരും താമസിച്ചു പോയല്ലോ. എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ നോക്കി എത്ര നേരമായിട്ടിരിക്കുന്നു. മുത്തശ്ശി, നാളത്തേക്ക് ഒത്തിരി പഠിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിരുന്നു. അത് പഠിച്ചു കഴിയാതെ വീട്ടിൽ നിന്ന് വിടത്തില്ല. മുത്തശ്ശി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതാ ഞങ്ങൾ ഓടി വന്നത്. ആട്ടെ, സ്കൂളിൽ ഇന്ന് എന്തൊക്കെ പഠിച്ചു കുട്ടിയോളെ? ഒത്തിരി പഠിപ്പിച്ചു മുത്തശ്ശി. പഠിച്ചിട്ടും തീരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ കഥ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയൊക്കെ ഇനി തിരിച്ചു എന്നിട്ട് പഠിക്കാം. വൈദേഹി, ഇന്നെന്താ നിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്? എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ ആദ്യം ബഹളം വെച്ചുകൊണ്ട് വരേണ്ടത് നീയല്ലേ? ശരിയാ മുത്തശ്ശി, പക്ഷെ ഞാൻ ആകെ ഇന്ന് സംശയത്തിലാ. എന്താ നിന്റെ സംശയം? മുത്തശ്ശി, ഇന്ന് ഞങ്ങളുടെ രേണുക ടീച്ചർ ONV കുറുപ്പിൻ്റെ ഏകലവ്യൻ എന്ന കവിതയാണ് പഠിപ്പിച്ചത്. പക്ഷേ മിസ് കഥ പറയുന്നതിന് മുൻപ് തന്നെ ബെല്ലടിച്ചു. ഞാനാണെങ്കിൽ ആ കഥ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനാണോ എൻ്റെ കുട്ടി വിഷമിക്കുന്നത്? ഏകലവ്യൻ്റെ കഥ മുത്തശ്ശി പറഞ്ഞു തരില്ലേ? ആണോ മുത്തശ്ശി? മുത്തശ്ശിക്കറിയാമോ ഏകലവ്യൻ്റെ കഥ? എങ്കിൽ പെട്ടെന്ന് പറ, എനിക്ക് കേൾക്കാൻ കൊതിയായി. സമാധാനപ്പെടൂ കുട്ടി, കഥയൊക്കെ പറഞ്ഞു തരാം. മുത്തശ്ശി, ഞങ്ങൾക്ക് ഏകലവ്യന്റെ കഥ കേൾക്കണം. ആരാണ് മുത്തശ്ശി ഏകലവ്യൻ? ഏകലവ്യൻ അവൻ ആരാണെന്നോ? ഒരു കാട്ടാളപുത്രൻ.
അല്ലയോ മന്ത്രി, നമ്മുടെ പ്രജകൾക്കൊക്കെ സുഖമാണോ? അതെ പ്രഭു. നമ്മുടെ എല്ലാ പ്രജകളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പ്രഭു. മഹാരാജൻ, നമ്മുടെ കുമാരൻ ആയുധവിദ്യയ്ക്കുള്ള സമയമെടുത്തിരിക്കുന്നു. ഉചിതമായ സമയം നോക്കി നമുക്ക് പഠനം ആരംഭിക്കാം. ഗുരു, ഉചിതമായ സമയം അങ്ങ് തന്നെ നോക്കിക്കൊള്ളുക. അങ്ങയുടെ നേതൃത്വത്തിലാകട്ടെ അവൻ്റെ പഠനവും. അങ്ങനെയാകട്ടെ പ്രഭു. മന്ത്രി, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മകനെ? ഞാൻ കുരുവംശത്തിൻ്റെ ഗുരുവായ ദ്രോണാചാര്യരിൽ നിന്നും വിദ്യ നേടാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള അനുവാദം അച്ഛനിൽ നിന്ന് വാങ്ങിത്തരാമോ? മകനെ, നീ എങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു? ഗുരുക്കന്മാരിൽ ഉത്തമനായ ദ്രോണാചാര്യരെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിൻ്റെ ആയുധവിദ്യാ പരിശീലനത്തെക്കുറിച്ച് ലോകത്തെല്ലാവർക്കും അറിവുള്ളതല്ലേ? മഹാരാജൻ, നമ്മുടെ പുത്രന്റെ ആഗ്രഹം അങ്ങ് കേട്ടോ? എന്താണത്? അവൻ ഇതുവരെ ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ല. ഇതെങ്കിലും നമുക്ക് സാധിച്ചു കൊടുക്കണം. അത് സാധിച്ചു നൽകുന്ന കാര്യം വളരെ പ്രയാസമാണ് രാജൻ. പ്രയാസമുള്ള കാര്യമാണോ? കേൾക്കട്ടെ. ക്ഷത്രിയ രാജഗുരുവായ ദ്രോണാചാര്യരിൽ നിന്ന് വിദ്യ അഭ്യസിക്കണമത്രേ. അത് സാധ്യമാണോ മകനെ? അദ്ദേഹം ക്ഷത്രിയ രാജകുമാരന്മാരായ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനാണ്. നിഷാദവർഗത്തിൽപ്പെട്ട നിന്നെ അദ്ദേഹം ശിഷ്യനായി പരിഗണിക്കുമോ? വിദ്യയ്ക്ക് ക്ഷത്രിയനെന്നോ നിഷാദനെന്നോ വേർതിരിവുണ്ടോ അച്ഛാ? ഉണ്ട് മകനെ. രാജഗുരുവായ ദ്രോണാചാര്യരിൽ നിന്നും ധനുർവിദ്യ അഭ്യസിക്കുക എന്നത് എൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ്. മകനെ, നീ ദ്രോണാചാര്യരെ സമീപിക്കുക. അദ്ദേഹം നിന്റെ ആഗ്രഹത്തിന് മറുപടി നൽകും. അങ്ങനെയാകട്ടെ, ഞാൻ പോയി വരാം. പോയി വരൂ മകനെ, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. അച്ഛനും അമ്മയും എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ എൻ്റെ പ്രിയ ഗുരുവിൻ്റെ അടുത്തേക്ക് യാത്രയാകട്ടെ. അർജുന, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരുമില്ല. എന്റെ സിദ്ധികൾ അത്രയും നിനക്ക് ഞാൻ പകർന്നു തരും. ധനുർവിദ്യയിൽ നിന്നെ ജയിക്കാൻ ഭൂമിയിൽ മറ്റൊരു യോദ്ധാവുണ്ടാവുകയില്ല. നീ എനിക്ക് അശുദ്ധാത്മാവിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. നിന്നേക്കാൾ മികച്ച ഒരു ശിഷ്യൻ ദ്രോണർക്ക് ഇനി ഉണ്ടാവുകയില്ല. ഇത് വാക്ക്. വലം കൈ പെരുവിരലിൽ ബലം ചേർത്ത് വിൽ ഞാൻ വലിച്ചു മുറുക്കവേ, കുതിക്കാൻ കുതികൊള്ളും അമ്പിന്റെ വേഗവും ദിശയും അറിയണം വില്ലാളി ഉള്ളിലും വിരലിലും. മിഴികളിൽ നിന്നും മറയണം ലക്ഷ്യമല്ലാതെ മറ്റൊക്കെയും.
കുഞ്ഞെ, ആരാണ് നീ? കാട്ടാള രാജാവായ ഹിരണ്യധനസിന്റെ പുത്രൻ ഏകലവ്യൻ. എന്താണ് നിന്റെ ആഗമന ഉദ്ദേശം? ഗുരു, ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെപ്പോലുള്ള മഹാനായ ഒരു ഗുരുവിന്റെ ശിഷ്യനായി തീരാൻ എന്നെ അനുഗ്രഹിച്ചാലും. ഇവൻ നിസ്സാരക്കാരനല്ല. കാട്ടുരാജാവിൻ്റെ മകൻ അസ്ത്രവിദ്യ പഠിക്കുവാൻ എന്നെ തേടി എത്തിയിരിക്കുന്നു. ഒരു ഗുരുവെന്ന നിലയിൽ ജാതിപഥഭേദമില്ലാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ വിദ്യ ചോദിച്ചു വരുന്നവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഒരു ഉത്തമനായ ഗുരുവിൻ്റെ ധർമ്മം. പക്ഷേ ഞാനിവിടെ നിസ്സഹായനാണ്. രാജശാസനത്തെ മറികടക്കുവാൻ എനിക്കാവില്ല. ഞാൻ അർജുനന് കൊടുത്ത വാക്ക്, ഒരിക്കലും എൻ്റെ വാക്ക് തെറ്റിക്കാൻ എനിക്കാവില്ല. അല്ലയോ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ എന്നോട് ക്ഷമിക്കുക. കുഞ്ഞെ, എനിക്ക് ഒരേ സമയം രാജപുത്രന്മാരെയും ഏകലവ്യനെയും ഒരുമിച്ച് അസ്ത്രവിദ്യ പഠിപ്പിക്കുവാൻ അനുവാദമില്ല. എന്നാൽ നിന്റെ ആഗ്രഹപ്രകാരം എന്നെ മനസ്സിൽ വിചാരിച്ച് സ്വയം അഭ്യാസം ചെയ്ത് നിനക്ക് വേണ്ടുന്ന ശസ്ത്രവിദ്യ കരസ്ഥമാക്കിക്കൊള്ളുക. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയാകട്ടെ ഗുരു. തിരസ്കൃതൻ വ്രണിതൻ അപമാനിതൻ അതിക്രൂതൻ തിരിഞ്ഞു പദമിടറാതെ നടന്നു കണ്ണീരല്ല കണ്ണിൽ ദൃഢനിശ്ചയമെരിഞ്ഞു മുന്നിൽ തിരസ്കാരത്തിനഗ്നിയിൽ നിന്നും ഉണർന്നു ദ്രോണശില്പം കണ്ണുനീരിൽ ഉണച്ച് അപമാനത്തിലൊരുക്കി മണ്ണിലെഴുതി ദ്രോണശില്പം. ആചാര്യ പ്രതിമയ്ക്കു മുന്നിലെ ഗലൗവ്യന്റെ ധീരചരിതം മഴയുതിർന്നു വെയിൽ പരന്നു പകലുമാഞ്ഞു തമസുണർന്നു പാടനങ്ങൾ ശരമാരി പെയ്തു. മഴയുതിർന്നു വെയിൽ പരന്നു ഏകലവ്യന്റെ ഞാണിരമ്പങ്ങൾ ഗഗനമാകെ മുഴങ്ങി. ഇടമുറിയാതമ്പുകൾ പെയ്തു പഠിക്കും കാട്ടിൽ നായിൻ പുരകൾ അപശബ്ദം. വീണ്ടും വരും വനാന്തരങ്ങളിലൊരു നാൾ നായാട്ടിനിറങ്ങി കുമാര നായാട്ടു നയിച്ചൊരു ശ്വാനൻ വായിൽ തറഞ്ഞൊരേ നമ്പുമാർ തിരികെ തിരീനനായി കണ്ടു സ്തബ്ധരായി കുരുകുമാര ആരിതി മഹാധനുധാരി ആരിതി മഹാധനുധാരി. താങ്കൾ ആരാണ്? ഞാൻ ഏകലവ്യൻ, ദ്രോണാചാര്യരുടെ ശിഷ്യനായ കാട്ടാളക്കുട്ടി.
ഗുരു, അവിടുന്ന് പറഞ്ഞുവല്ലോ അഷ്ടവിദ്യയിൽ എന്നേക്കാൾ മേലെ ഒരു ശിഷ്യനുമില്ല എന്ന്. അതുകൊണ്ട് എന്തുപറ്റി? അങ്ങ് എൻ്റെ കൂടെ വരും. ഗുരു, ഞാൻ അങ്ങയുടെ ശിഷ്യൻ ഏകലവ്യൻ. ഏകലവ്യ, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരിക. ഗുരു, എൻ്റെ ദൈവമേ, ഇവൻ എന്താണ് അവിടുത്തേക്ക് നൽകേണ്ടത്? കൽപ്പിച്ചാലും എന്തു തന്നെയായാലും ഇവൻ നൽകുമല്ലോ. ഏകലവ്യ, നിന്റെ വലത്തെ കൈയുടെ പെരുവിരൽ എനിക്ക് തരിക. ഗുരുശ്രേഷ്ഠ, അങ്ങേക്ക് വേണ്ടതും എനിക്ക് വേണ്ടാത്തതുമായ എൻ്റെ ഈ പെരുവിരൽ ഇതാ ഗുരുദക്ഷിണയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏകലവ്യ, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റെ നാമം അറിയപ്പെടും. പാണ്ഡവരുടെ പേരിനൊപ്പം നിന്റെ നാമവും എക്കാലവും നിലനിൽക്കും. തോൽക്കാൻ തയ്യാറല്ലാത്തവർ പരിമിതികളിൽ തളരുന്നില്ല. അവർ പൊരുതിക്കൊണ്ടേയിരിക്കുന്നു, ഏകലവ്യനെ പോലെ. അദൃശ്യമായ ഗുരുസാമീപ്യം കൃപാവരമാണ്. മുറിഞ്ഞ പെരുവിരൽ പുതിയ ജീവിതപാഠത്തിലേക്ക് തുറക്കുന്ന ഒരു പുതുവഴിയും.